ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മോർണിംഗ് ടൈമാണ്. അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞു, എൻ്റെ വലിയ മോളോട് നസാനോട് പറഞ്ഞു കുറച്ച് ഹെൽപ്പാക്കണം. പക്ഷേ അവൾ അവിടെ ഇരുന്നിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിച്ച് നേരം പോക്കുക, അല്ലാതെ ഒരു ഹെൽപ്പിങ്ങിനും വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിലോട്ട് കുറച്ച് നമ്മുടെ കരിഞ്ചീരകയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അജ്വൈനും കൂടി ആഡ് ആക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കാം. ഇപ്പം ഞാനിത് ഉപ്പായിട്ടുകൊണ്ടുള്ളത്. അവളോട് എന്തോന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉപ്പിൻ്റെ ഭരണിയാണ് എനിക്ക് എടുത്ത് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ച് പൊടി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ മസാല ഡബ്ബയാണ് കേട്ടോ. നല്ല അടിപൊളിയില്ലേ, എല്ലാ മസാലകളും ഒന്നിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കാൻ. ഓക്കെ, അപ്പം നമ്മളിത് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ഡവാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നല്ലോണം സോഫ്റ്റാണ്, എന്നാലാണ് ചപ്പാത്തി നല്ല ടേസ്റ്റ് ആവുന്നത്. എനിക്ക് ആ ഒരു ഫീലിംഗ് ആയിട്ടുണ്ട്. നമ്മൾ പൂരിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഹാർഡാക്കണം, പക്ഷേ ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് മാവ് കുഴച്ചെടുക്കും. നല്ല ലൂസിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. പക്ഷേ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് നേരം നല്ലോണം കുഴച്ചെടുക്കണം, അപ്പോഴാണ് ചപ്പാത്തി നന്നാവുന്നത് കേട്ടോ. അങ്ങനത്തെ ഞാൻ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തി പലയും കൂടെ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഞാനിപ്പോൾ ഇത് സ്ക്വയർ കട്ടിലാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഓയിലൊക്കെ തേച്ചിട്ട് അങ്ങനെ തന്നെ വേണം കേട്ടോ ഈ ചപ്പാത്തി ഉണ്ടാക്കാനും. കാരണം നമ്മളിതിൽ അജ്വൈനൊക്കെ ഇട്ടതല്ലേ. വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ആഡ് ആക്കാം. കുറച്ച് മല്ലിച്ചപ്പ്, പാസ്ലി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസൂരി മേത്തി ഇല്ല, അതും കൂടി ആഡ് ആക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് റൗണ്ടിൽ പരത്തിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ റൗണ്ട് പരത്തിയ ചപ്പാത്തിലോട്ടില്ല കുറച്ച് ഓയിൽ തേച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തും പോലെ കൈ കൊണ്ട് ഒന്ന് നല്ലോണം തടവി കൊടുക്കുന്നുണ്ട്. ദേ ഇതുപോലെ. ഇപ്പോൾ ഇതിൽ ഏകദേശം ഒരു 1/2 ടീസ്പൂണ് ഓയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ 4ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ 4 തന്നെ ഞാനിതിനെ പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്പെഷ്യലി ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ വീട് മൊത്തം അങ്ങോട്ട് ഇറച്ചിക്കറിയുടെ മണമാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അത് നല്ല ഇറച്ചി, പക്ഷേ കഴിക്കുമ്പോൾ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഇല്ല. കാരണം വെജിറ്റബിൾസ് വേറെ, ഇറച്ചി മീറ്റ് ഐറ്റം വേറെ അല്ല, പക്ഷെ മണം അതായിരുന്നു കേട്ടോ. ഇത് തിളക്കും ഇങ്ങനെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാത്രി അത് കഴിച്ചു, പിറ്റേന്ന് മോർണിംഗിനും ഇപ്പോൾ അതാണ് കറി ഉള്ളത്. അപ്പോൾ അതിന് ഞാൻ വീണ്ടും ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഇല്ലേ, മൊത്തം എൻ്റെ വീട് ഒരു മീറ്റ് ഐറ്റം, നമ്മുടെ ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ തിളക്കുമ്പോൾ ആ ഒരു മണം ഉണ്ടാവില്ല, ആ മണമാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ കുറച്ച് നെയ്യും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തടവി കൊടുത്തിട്ട് നല്ലോണം പൊങ്ങിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ക്രിസ്പി ആക്കിയിട്ട് കഴിക്കുന്ന ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ല കുറച്ചും കൂടി സോഫ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. പക്ഷേ രണ്ടിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി ക്രിസ്പി ആക്കിയാലും നല്ല ടേസ്റ്റാണ്, അല്ലാത്ത സോഫ്റ്റായിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചപ്പാത്തിക്ക് ഒരു എക്സ്ട്രാ ഒരു ക്രിസ്പിനെസ്സും ഒരു എക്സ്ട്രാ ഒരു ടെക്സ്ചർ തന്നെ വേറെ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഓയിലൊക്കെ തടയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഞാനിത് സാധാരണ ഉണ്ടാക്കാറുള്ളതാണ്. പക്ഷേ എപ്പോഴും ഇത് ഉണ്ടാക്കാൻ കുറച്ചും കൂടി പണി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഇങ്ങനത്തെ കറി എന്തെങ്കിലും നല്ല അടിപൊളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ, പിന്നെ ഇതിനില്ല നല്ല കറി തന്നെ വേണം കേട്ടോ, അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കറി. അപ്പോൾ ഇത് ഞാനൊരു വെജിറ്റേറിയൻ്റെ അവരെ ഒരു വ്ളോഗിൽ കണ്ടിട്ടുള്ള കറിയാണ് കേട്ടോ. അവരുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരിങ്ങനെ പറയുന്നില്ല, എന്തായാലും ഇതിന് മീറ്റിൻ്റെ ടേസ്റ്റ് വരുമോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. എന്തായാലും ഒന്നുകൂടി ട്രൈ ആക്കി. ഇൻഷാല്ലാ ഈ കറിയുടെ റെസിപ്പി ഞാൻ വീണ്ടും ഒരിക്കൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ഉണ്ടാക്കിയത്, പക്ഷേ കാണിച്ചിട്ടില്ല എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, ടെക്സ്ചർ, ഇതിൻ്റെ മണം അവർ പറയുന്നത് പോലെ ഉണ്ടോ ഇല്ലേ എന്നിട്ട് നമുക്ക് അറിയണമല്ലോ, വെറുതെ എങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനിത് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചിട്ട് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക. താങ്ക് യു, ടേക്ക് കെയർ.